ഈ ഒരാഴ്ചക്കാലമായി തിരുവനന്തപുരം നഗരം അത് ഉത്സവ ലഹരിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം അത് ഏറ്റവും മനോഹരമായി കൊണ്ടാടുകയാണ് തിരുവനന്തപുരം നഗരവും സംസ്ഥാന സർക്കാരും. ഇന്ന് അതിന് സമാപനമാവുകയാണ്. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ ഈ ഓണം വാരാഘോഷത്തിന്റെ മുഖ്യ സംഘാടകൻ മന്ത്രി വി ശിവൻകുട്ടി ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, എങ്ങനെയാണ് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? സമാപനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആയി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം കൃത്യം 4 മണിക്ക് ബഹുമാനപ്പെട്ട ഗവർണർ ഘോഷയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മറ്റ് പല ആഘോഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന ഓണാഘോഷമായിരുന്നു. പോലീസിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഈ 33 കേന്ദ്രങ്ങളിൽ നടന്ന കലാപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, അത് കുടുംബത്തോടു കൂടിയാണ് അവരെല്ലാവരും ഹാജരായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ഇലുമിനേഷൻ കാണുന്നതിന് വേണ്ടി കുടുംബങ്ങളുടെ ഒരു ഒഴുക്കാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരു അപശബ്ദവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ, ഒരു പരാതിരഹിത ഓണാഘോഷം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ കഴിയുന്നതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റതിരിഞ്ഞ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അതിൻ്റേതായ വഴിക്ക് അന്വേഷണം നടന്നോട്ടെ. എന്നാൽ ഈ ഓണാഘോഷം കുറ്റമറ്റതായി നടത്തി തീർക്കുന്നതിന് വേണ്ടി, ഒരു പരാതി പോലും ഇല്ലാതെ തീർക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല. നമ്മളതിനെയും പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ വർഷത്തെ ഓണം നന്നായി തന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടകമ്പോളങ്ങൾ പരിശോധിച്ച് നോക്കിയാലും മറ്റ് കേന്ദ്രങ്ങൾ നോക്കിയാലും ജനത്തിരക്കാണ് പർച്ചേസിന് വേണ്ടി. സാധനങ്ങൾ വാങ്ങാനും ആഘോഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തുകൊണ്ട് റോഡിൽ ഇറങ്ങാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും, സമസ്ത ജനവിഭാഗങ്ങൾക്കും ഓണത്തിന് ബോണസ്, അലവൻസ്, എക്സ്ക്രീഷ്യ, അങ്ങനെ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളതാണ് ഈ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സംസ്ഥാനത്തൊട്ടാകെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഒരു പരാതി ഇല്ല. അതിൽ സിവിൽ സപ്ലൈസ്, മന്ത്രാലയവും ഒക്കെ തന്നെ നടത്തിയ ഇടപെടൽ, സഹകരണ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഇടപെടൽ, അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയധികം കുറ്റമറ്റതായി ഓരോ വിഭാഗവും ഓണത്തെ കൈകാര്യം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. കലാപരിപാടി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. അതുപോലൊപ്പം തന്നെ ഓണം വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഗവൺമെൻറ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഏറ്റവും നല്ല ധനകാര്യ മാനേജ്മെൻ്റായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഒരു സ്ഥലത്ത് പോലും ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി കൊടി പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വൈകുന്നേരം 51 പ്ലോട്ടുകളും 91 കലാരൂപങ്ങളും ഇന്ന് കൃത്യം 4 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഘോഷയാത്രയിലുണ്ടാകും. 5000-ഓളം വരുന്ന കസേരകൾ ഇട്ടിട്ടുണ്ട്. ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോഷയാത്രയാണ്. ഇപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഇപ്പോൾ ആൾക്കാർ വന്ന് കയറും. പാസ്സെല്ലാം വിതരണം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭിന്നശേഷിക്കാർക്കും പ്രായം ചെന്നവർക്കുമൊക്കെ ഇരിക്കാനുള്ള സൗകര്യം മറ്റ് ചെറുപ്പക്കാർ ചെയ്തു കൊടുക്കണം. പാസ്സൊരു സാധാരണ നടപടിക്രമം എന്നുള്ള നിലയിൽ പ്രിൻ്റ് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ കൂട്ടിക്കൊണ്ടായി. 5000-ൽ കൂടുതൽ കസേര ഇടുന്നതിനുള്ള സൗകര്യമില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരെയും ഞാൻ തലസ്ഥാന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിനിസ്റ്ററെ, ഈ ഓണം വാരാഘോഷത്തിന് മികച്ച ജനപങ്കാളിത്തം ഉണ്ടായി. അതിനൊപ്പം തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ് സംസ്ഥാന സർക്കാർ ഉണ്ടായത്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഷോ ആയിരുന്നു. 3 ദിവസം ഉണ്ടായ ഡ്രോൺ ഷോ ഇനി അത് 3 ദിവസത്തിൽ കൂടുതൽ വേണമെന്നായിരുന്നു ജനങ്ങളുടെ ഒരു അഭിപ്രായം. അത് സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും എയർപോർട്ടിൻ്റെ നിയന്ത്രണങ്ങൾ കൊണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടും ഇത്രയും നമുക്ക് നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് നമ്മൾ നടത്തിയത്. അടുത്ത വർഷം കൂടുതൽ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കാം. അടുത്ത വർഷവും ഇതുപോലെ നമുക്ക് സംസ്ഥാന സർക്കാരിന് വിപുലമായ രീതിയിലുള്ള ഒരു ഓണാഘോഷം ഉണ്ടാവും. ഈ ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളിത് കാണാൻ വന്നു എന്ന് മാത്രം വിലയിരുത്തി തള്ളുന്നതിന് വേണ്ടി കഴിയില്ല. ഇപ്പം അതിനൊരു ഉദാഹരണം, ഈ ഓണാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കനകക്കുന്നിലാണല്ലോ നടന്നത്. കനകക്കുന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്താ? നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്.
അവിടെ 5000-ഓളം വന്ന കസേര ഇടുന്നതിന് വേണ്ടി കഴിയും. സാധാരണഗതിയിൽ കലാപരിപാടികൾ കാണാൻ വേണ്ടിയാണല്ലോ ആളുകൾ വരുന്നത്. ഇത് ഉദ്ഘാടന സമ്മേളനത്തിന് ഏതാണ്ട് അത്രയും ആൾക്കാരുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗവും ഉദ്ഘാടന ചടങ്ങും കഴിഞ്ഞ ശേഷം 10ഓളം വരുന്ന ആൾക്കാരെ മറ്റ് കേന്ദ്രങ്ങളിലെത്തേക്ക് കലാപരിപാടി കാണാൻ വേണ്ടി എണീറ്റ് പോയി. അപ്പോൾ കലാപരിപാടി കാണാൻ വേണ്ടി മാത്രമല്ല ജനങ്ങൾ വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിനോടുള്ള ഒരു പിന്തുണ അറിയിച്ചുകൊണ്ടും ആൾക്കാർ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇതിന് വന്ന ജനങ്ങൾക്ക് ആർക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് കുറ്റപ്പെടുന്നതിന് വേണ്ടി കഴിയാത്ത നിലയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഓണാഘോഷം അതിന്റെ സമാപനം അടിച്ചു പൊളിക്കുകയാണ്. ഏറ്റവും നല്ല നിലയിൽ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇതിനപ്പുറം വേറെ ഒന്നും ചെയ്യുന്നതിന് വേണ്ടിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രാവശ്യം കുറ്റമറ്റതായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഓണാഘോഷത്തിന്റെ സമാപനമാണ് ഇന്ന്. അത് ഏറ്റവും മനോഹരമായി തീർക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനവും. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശിവകുമാർ, കൈരളി ന്യൂസ്.